സാക്ഷികളാവാൻ വേണ്ടി വയകൂന റസൂലു അലൈക്കും ഷഹീദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം നമുക്ക് സാക്ഷിയായിരുന്നു. അദ്ദേഹം സാക്ഷിയായ രൂപത്തിൽ ഇന്ന് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യം, നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഇസ്ലാമികമായിരിക്കുന്ന ചില മൂല്യങ്ങൾ, മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡന്റിറ്റി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണമെന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശമാണ് രണ്ടാമത്തെ സൂറയിലെ 143 ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആയത്തുകൾ ധാരാളം കേൾക്കുക എന്നുള്ളതല്ല, ജീവിതത്തിൽ പകർത്തുക. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വായനക്കിടയിൽ ഒരു വിഷയം നോക്കാൻ വേണ്ടി വായിക്കുന്നതിനിടയിൽ ഒരു ചെറിയ സംഭവം വായിച്ചു. ഒരു പക്ഷേ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരായത്ത് കേട്ട് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അടിവരയിടണം എന്ന് പറഞ്ഞാൽ ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് ഒരു ആയത്ത് പറയുമ്പോൾ അനുചരന്മാർ പറയും ആയിട്ടില്ല എന്ന് പറയും. ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയിട്ടില്ല, അടുത്തത് എടുക്കാനായിട്ടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എന്താണ് ആയിട്ടില്ല എന്ന് പറയാൻ കാരണം? അപ്പൊ അനുചരന്മാർ പറയും, നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ചിരിക്കുന്ന ആയത്തിന്റെ ആശയങ്ങൾ ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് മതി അടുത്ത ആയത്തുകളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. എന്താ തെറ്റിദ്ധരിക്കണ്ട അറിയാമോ? അങ്ങനെയാണെങ്കിൽ കേട്ടത് മുഴുവനും ജീവിതത്തിൽ പകർത്തി മാലാഖമാരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരായിട്ട് മാറും? മലക്കുകളായിട്ട് മാറും. പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ അത് 100% ജീവിതത്തിൽ പകർത്തേണ്ടത് തന്നെയാണ്. പക്ഷെ മനുഷ്യന്മാർ എന്നുള്ള അർത്ഥത്തിൽ 100% നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ പരമാവധി ഇൻഷാ അല്ലാഹ് അതെന്റെ ജീവിതവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്താൻ ശ്രമിക്കും എന്ന് നമുക്ക് പ്രതിജ്ഞ എടുത്താൽ അല്ലാഹ് നമ്മളെ ആ ഒരു വഴിയിലേക്ക് എത്തും. ഒരു പക്ഷെ എന്റെ സംസാരങ്ങളിലൊക്കെ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാറുണ്ട്. എന്റെ നാട്ടിൽ ഒരു സുഹൃത്തിന്റെ ഗൃഹപ്രവേശനത്തിന് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അറബിക്കോളിൽ അദ്ദേഹം പോയിട്ടില്ല, മതപരമായിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യം എവിടുന്നാന്ന് ചോദിച്ചാൽ ലേണിംഗ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഇൻസ്ട്രക്ടറാണ്, അധ്യാപകനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 22 വർഷത്തിലധികം എടുത്തു ഞാൻ എൻ്റെ വീട് പൂർത്തിയാക്കാൻ. 22 വർഷത്തിലധികം. സർക്കാർ എംപ്ലോയി ആണ്. പേ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാൽ ലോൺ എടുക്കാൻ കഴിയും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും എന്നെ തന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ നമ്മള് സിറ്റിംഗ് റൂമിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് ചില്ലറ മെസ്സേജ് അല്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മയ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോ, എന്റെ നാട്ടിലൊരു ഭാഷയാണ് കൊണ്ടുവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇവിടെ വെക്കുമ്പോ പലിശയുടെ ഒരു മണൽത്തരി എന്റെ വീട്ടിലുണ്ടാവാൻ പാടില്ല. പലിശന്റെ ഒരു മണൽത്തരി എന്റെ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഈ വീട്ടിന്റെ ഒന്നിലും ഒരു മണൽത്തരി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ബാങ്കിലെ ഒരുപാട് ആളുകൾ എന്റെ ഓഫീസിലേക്ക് വന്ന് വാഹനം വാങ്ങാനും വീട് വെക്കാനും ഒക്കെയുള്ള ലോണിനെ പറ്റി സംസാരിച്ചപ്പോ എനിക്ക് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ ഞാൻ പഠിച്ചിരിക്കുന്ന പലിശയുമായി ബന്ധപ്പെട്ട ഒരായത്താണ് എനിക്ക് ഓർമ്മ വന്നത്. എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് പിടുത്തം വിട്ടവനെ പോലെയാണ് പലിശയുമായി ബന്ധപ്പെട്ടവൻ എന്ന ആശയം വരുന്ന ഒരു ആയത്തുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസും, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈഹി വഖാലഹും ഫിൽ ഇസ്മി സവാ എന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞിരിക്കുന്ന ഈ ഹദീസ് ആയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടായി. ഒരു നാടൻ ഉദാഹരണം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ മനുഷ്യനെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനമാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ കലിമത്തു തൗഹീദിന്റെ രണ്ടാമത്തെ കലിമ അഷ്ഹദയുടെ രണ്ടാമത്തെ ഭാഗം. വേറൊരു സുഹൃത്ത് അദ്ദേഹം സ്ഥലം വിഭജിച്ചു. സ്ഥലം കൊടുത്തുകാർക്ക് 4 മക്കൾക്ക് വിഭജിച്ചു. 4 മക്കൾക്ക് വിഭജിക്കും. നിങ്ങളെ എന്റെയൊക്കെ നാട്ടിൽ വിഭജിക്കുന്ന രൂപത്തിലായിരിക്കും വിഭജിച്ചിട്ടുണ്ടാവുക. അതിനൊരു നിയമം ഉണ്ടല്ലോ അല്ലെ? ശരിക്കും അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുന്ന സന്ദർഭത്തിൽ ഒരു നിയമമുണ്ട്.
ആ നിയമം അനുസരിച്ച് വിഭജിക്കാൻ പാടുള്ളൂ. മൂപ്പർ അങ്ങനെയൊന്നല്ല വിഭജിച്ചത്. മൂപ്പർ എന്തെന്ന് വെച്ചാൽ മൂപ്പർക്ക് മനസ്സിലായ ഒരു കണക്ക് കൂട്ടിയിട്ട് അത്യാവശ്യം കൂടുതൽ ബാധ്യത ഉള്ള ആൾക്ക് കൂടുതൽ കൊടുത്ത് മറ്റേ രൂപത്തിലോ കൊടുത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, അത് കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തു. ഒരു സ്വത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ, രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിനു ശേഷം അദ്ദേഹം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ നമ്മുടെ ISMന്റെ സംസ്ഥാന സമിതി ഇറക്കുന്ന വെളിച്ചം കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടി. അദ്ദേഹം സൂറത്തു നിസാ എന്ന് പറഞ്ഞ അധ്യായം അദ്ദേഹം വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ നേരത്തെ വിഭജിച്ചിരിക്കുന്നത് മതപരമായിട്ട് ശരിയായ ഒരു വശമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം ആ സ്ഥലം മാറ്റി യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം വിഭജിച്ചു കൊടുക്കുകയുണ്ടായി. അതിന് കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന ബാധ്യത അദ്ദേഹത്തിന് വന്നു. പക്ഷെ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് വന്നപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോൾ ആ ആയത്തും എൻ്റെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ പരിശോധിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും കേട്ടിരിക്കുന്ന ആയത്തുകൾ, നിങ്ങളും ഞാനും മനസ്സിലാക്കിയിരിക്കുന്ന ഹദീസുകൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എന്തുമാത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ, ഒരാത്മപരിശോധന നടത്താനാണ് ഞാൻ ഈ ക്ലാസ്സിനെ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുന്നത്. അങ്ങനെ ഒരു 3 ഏരിയ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തത് നമ്മുടെ സ്വഭാവത്തെ ഞാൻ തുടങ്ങുന്നത്. അതിന് അറബി പറയുന്ന പേര് ഹുലുഖ് എന്നാണ്. എൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ആ ഖുർആൻ വായിച്ചവരാണ് ഞാനും നിങ്ങളും, ഹദീസ് വായിച്ചവരാണ് ഞാനും നിങ്ങളും. ഈ സ്വഭാവ രീതി, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഈ സ്വഭാവ രീതി എന്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് 1-2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ